യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി. സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. കഞ്ഞി റെഡിയായുമായി? ഇല്ലമ്മേ, കുറച്ചുകൂടി വേവാനുണ്ട്. അമ്മ എന്താ ആലോചിക്കുന്നേ? ഭാവനെ കുറിച്ചാണോ? അല്ലാതെ ഞാനിപ്പോ ആരെക്കുറിച്ച് അമ്മായി ആലോചിക്കാം? പാവം, ഇനി എന്നാ എന്റെ മോളൊന്ന് നടന്ന് ഞാൻ കാണുന്നത്? അമ്മ സമാധാനപ്പെടും. ഭാവനയുടെ ഏറ്റവും നല്ല മരുന്നാണ് സൂര്യ. സൂര്യ കൂടെ ഉണ്ടെങ്കിൽ എത്രയും വേഗം ഭാവന സുഖം പ്രാപിക്കും. അതെനിക്കറിയാമായേ. സൂര്യമോന്റെ സാമീപ്യം കൊണ്ടാ എന്റെ മോക്കിപ്പൊരു ആശ്വാസം. പാവം, എന്റെ മോക്ക് വേണ്ടി എന്തൊക്കെയാ ചെയ്യുന്നത്. ഇപ്പൊ തന്നെ ഭാവനയ്ക്ക് ഉറപ്പ് കൊടുത്തേക്കുക, ഭാനുവിനെയും ഭരത്തിനെയും ലക്ഷ്യത്തിലെത്തിക്കുമെന്ന്. ആണോ അമ്മേ? അതെ മായേ, സേതുവിന്റെ കാര്യവും പറഞ്ഞു. ദൈവം ഒന്നും കാണാതെ മറ്റൊന്നും ചെയ്യില്ലമ്മേ. ഭാവന ഒന്ന് വീണപ്പോ ദൈവത്തിന് അറിയാം ഇനി എന്താ വേണ്ടെന്ന്. ആ ജയനിർമ്മലയുടെ മനസ്സും കൂടെ മാറിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ. അതാലോചിക്കുമ്പോഴാ എനിക്കൊരു പേടി. അത് നേരാമ്മേ, ഹോസ്പിറ്റലിൽ വന്ന് കാണിച്ചു നോക്കാൻ നമ്മളും കണ്ടതല്ലേ. എത്ര വലിയ ശത്രു ആണെങ്കിലും ഒരാപത്ത് വരുമ്പോ അതെല്ലാം മറന്ന് ഓടിയെത്തും. ഇവിടെ ഭാവനയോടുള്ള ശത്രുത കൂടിയതല്ലാതെ അവർക്ക് കുറഞ്ഞിട്ടില്ല. സൂര്യയുടെ വിഷമവും അത് തന്നെയാമായേ. ഇനിയിപ്പോ സൂര്യ ഇവിടെ വരുന്നതിനായിരിക്കും അടുത്ത പ്രശ്നം. പ്രശ്നം തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ അമ്മേ. യഥാർത്ഥ കച്ചേരി പാർട്ടി ഏത് സമയത്തും വരും. നീ ഇപ്പൊ പറഞ്ഞു വരുന്നത് ഏട്ടത്തിയുടെയും ഏട്ടന്റെയും കാര്യമാണോ? പിന്നല്ലാതെ, അവരാണല്ലോ ഇടവും വല വരുന്ന കച്ചേരി നടത്തുന്നത്. കഷ്ടം, ഇതുപോലെ രണ്ടെണ്ണം ഒരു കുടുംബത്തിലും കാണത്തില്ല. മിക്കവാറും പുറപ്പെട്ടിട്ടുണ്ടാവും. അല്ല മായേ, അത് വിട്ടേക്ക് മായേ. വരുവാണെങ്കിൽ വന്ന് കണ്ടിട്ട് പൊക്കോട്ടെ. അവരൊക്കെ എത്ര അടിച്ചിറക്കിയാലും പോകാത്ത പാർട്ടികളാ. അമ്മയ്ക്ക് ഇപ്പോഴെങ്കിലും ഇങ്ങനെ പറയാൻ തോന്നിയല്ലോ. അമ്മേ, വരുന്നതിനും പോകുന്നതിനൊന്നും ഇവിടെ ആർക്കും ഒരു പരാതിയില്ല. വന്നിട്ട് കുത്തി നോവിക്കാതിരുന്നാ മതി. അതാണല്ലോ അവരുടെ സ്ഥിരം പരിപാടി. ഏട്ടത്തി മായക്കറിയാലോ, പഠിച്ചതേ പാടൂ. അത് പണ്ടോട്ടെ അങ്ങനെയാ. അതുകൊണ്ടാ കുടുംബത്തിലുള്ള പലർക്കും ഏട്ടത്തിയെ കണ്ടുകൂടാത്തത്. എല്ലാവരും ഗായത്രി പോലെയാന്നാ ഏട്ടത്തിയുടെ വിചാരം. അമ്മേ, ഒരു കാര്യം ഞാൻ ഇപ്പോഴേ പറഞ്ഞേക്കാം. എന്റെ മുമ്പിൽ വെച്ച് ഭാവനെ വല്ലതും കുത്തി നോവിക്കാൻ നോക്കിയാ ഞാൻ നല്ല ചുട്ട മറുപടി കൊടുക്കും. എന്റെ അമ്മയാണ് സത്യം, ഞാൻ നല്ല മറുപടി കൊടുക്കും. നാവ് ഉപയോഗിക്കേണ്ടടുത്ത് നാവ് തന്നെ ഉപയോഗിക്കണമേ, എന്നാലേ ഇവരൊക്കെ നേരെയാവൂ. നീ കഞ്ഞി എടുക്ക. ഭാവനയ്ക്ക് കഞ്ഞി കൊടുത്തിട്ട് വേണം ടാബ്ലറ്റ് കൊടുക്കാൻ. ആ, ഇപ്പൊ എടുക്കാമേ. ചേർ ചേർ ചേർ. കഞ്ഞി കുടിക്കാം നമുക്ക്. ആന്റി, ഞാൻ കൊടുക്കാം. ഭാവന കഴിക്കാം.
ഇതുപോലെ എത്രയോ പേഷ്യൻസിനെ താനും പരിചരിച്ചിട്ടുള്ളതാ, ശരിയല്ലേ? ഇതൊക്കെ ജീവിതത്തിലെ മറ്റൊരു വശമാണ് ഭാവന. ചുരുക്കി പറഞ്ഞ ദൈവത്തിന്റെ ഒരു പരീക്ഷണം. അതൊക്കെ നമ്മൾ തരണം ചെയ്തേ പറ്റൂ. ഈശ്വര, എന്നോടുള്ള എൻ്റെ കുടുംബത്തിൻ്റെ സ്നേഹം ഞാനിന്ന് നല്ലതുപോലെ തിരിച്ചറിയുന്നുണ്ട്. എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം ഭാവന, എന്താ ആലോചിക്കുന്നത്? കഴിക്കോ? ഏട്ടൻ്റെ ഈ സ്നേഹം, എൻ്റെ ചേച്ചിയുടെ മുഖത്തെ ഈ സന്തോഷം, അല്ലേ ചേച്ചി? ചേച്ചി ധൈര്യമായിട്ടിരിക്കുക. എത്രയും പെട്ടെന്ന് ചേച്ചി പഴയ പോലെ തിരിച്ചു വരും. വരണം മോനെ. ഞാൻ തിരിച്ചു വന്നില്ലെങ്കിൽ എൻ്റെ കുടുംബം മാനസികമായും തളർന്നു പോവും. എനിക്കറിയാം. എന്നെ വിഷമിപ്പിക്കണ്ടെന്ന് കരുതിയിട്ടാ നിങ്ങൾ എല്ലാവരും ഇതുപോലെ ചിരിക്കുന്ന മുഖത്തോടെ സംസാരിക്കുന്നതെന്ന്. ഭാവന ഇപ്പൊ എന്താ ആലോചിക്കുന്നതെന്ന് ഞാൻ പറയട്ടെ. ഒന്ന് വീണു പോയാലും ഞങ്ങളെല്ലാം തന്നോടൊപ്പം ഉണ്ടാവും എന്നുള്ളൊരു സന്തോഷമല്ലേ തന്റെ മനസ്സിൽ? അതേ ഭാവന, കുടുംബം എന്ന് പറയുന്നത് സ്നേഹമാണ്, അല്ലാതെ കുറെ പണമല്ല. അതാ പലരും മനസ്സിലാക്കാത്തത്. എത്ര പണം ഉണ്ടെങ്കിലും ഇതുപോലൊന്ന് വീണുപോയാൽ പിന്നെ തീർന്നു. ചേച്ചിയുടെ മനസ്സിലെ ആദ്യത്തെ പേടിയൊക്കെ മാറി അല്ലേ ചേച്ചി? അതിന് കാരണം സൂര്യ തന്നെയാ ഇനിയും ഭാവനയെ തിരിച്ചു കൊണ്ടുവരാൻ പോകുന്നത്. അതേട്ടാ, ഭാവനച്ചിലുണ്ടാവുന്ന മാറ്റം ഞങ്ങൾ അറിയുന്നുണ്ട്. ചേച്ചിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യം തന്നെയായിട്ട്. എൻ്റെ മോളൊന്ന് സംസാരിച്ചിരുന്നെങ്കിൽ ഞങ്ങളുടെ എല്ലാവരുടെയും പകുതി വിഷമം മാറുമായിരുന്നു. ഒന്നും ഉരിയാടാനാവാതെ അവള് വിഷമിക്കുന്ന കാണുമ്പോൾ ചങ്ക് പൊട്ടിപ്പോവാ. ആന്റി ധൈര്യമായിട്ടിരിക്കുക. ഞാൻ ഉറപ്പ് തരുന്നു, ഭാവന സംസാരിക്കുകയും ചെയ്യും, എണീറ്റ് നടക്കുകയും ചെയ്യും. അതിനുള്ള വഴി ദൈവം തന്നെ നമുക്ക് കാണിച്ചു തരും. ജാനകി, ആദ്യമായിട്ട് ആ രോഗിയായ ഭാവനയെ സന്ദർശിക്കാൻ നമ്മൾ ഈ വീട്ടിലേക്ക് വരുന്നത്. ഉള്ളിലെ സന്തോഷം പുറത്ത് കാണിക്കാതെ വേണം നമ്മൾ പെരുമാറാൻ. അത് പിന്നെ എനിക്കറിയില്ലേ പപ്പേട്ട നോക്കിക്കോ ഞാൻ എങ്ങനെയാ അഭിനയിക്കാൻ പോകുന്നതെന്ന്. ജാനകി, നമ്മൾ കൊണ്ടുവന്ന ഫ്രൂട്ട്സ് അവിടെ. അയ്യോ, ഞാനും മറന്നുപോയി. എടുത്തോണ്ട് വാ.